4 പതിറ്റാണ്ടായി നീരൊഴുക്ക് നിലച്ച് നാമം മാത്രമായി മാറിയ ആലപ്പുഴ ഉത്തരപള്ളിയാറിന്റെ പുനരുജ്ജീവനത്തിനായി പ്രതിഷേധം ശക്തമാകുന്നു. ആറിന്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 17-അംഗ സമിതിയുടെ റിപ്പോർട്ട് എത്രയും വേഗം പ്രാവർത്തികമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ ഉത്തരപള്ളിയാറ് പുനരുജ്ജീവിപ്പിക്കപ്പെടണം എന്ന് അധികാരികളുടെ മുന്നിൽ അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. നീരൊഴുക്ക് നിലച്ച ഉത്തരപള്ളി പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 17-അംഗ സമിതിയുടെ പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. നദിയുടെ വീതി നിർണ്ണയിക്കുന്നതിനും കനാൽ രൂപരേഖ തയ്യാറാക്കുന്നതിനുമായി വിശദമായ ജലശാസ്ത്ര പഠനം നടത്തണമെന്ന് സമിതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതിനായി 6 മാസത്തെ സമയം ആവശ്യമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 18 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപകമായ കയ്യേറ്റങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് റവന്യൂ സംഘവും കണ്ടെത്തിയിട്ടുണ്ട്. 145 കയ്യേറ്റങ്ങളിൽ പലയിടത്തും വൻകിട കെട്ടിടങ്ങൾ വരെ ഉയർന്നു കഴിഞ്ഞു. ഒഴുക്ക് നിലച്ചതോടെ പ്രദേശം മാലിന്യ കൂമ്പാരമായി. ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ നികത്തി വീട് വെച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും, അവിടെയും നടുക്ക് കയറി ബിൽഡിംഗ് വെച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ പതിച്ചു കൊടുത്തിട്ടുള്ള കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതും വലതിന്റെയും ഭരണകർത്താക്കൾ, പഞ്ചായത്ത് മുതൽ മേൽപോട്ട് സംസ്ഥാനം വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കളാണ് ഇത് പതിച്ചു കൊടുത്തിട്ടുള്ളത്. സമീപത്തെ കിണറുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് അപകടകരമായ രീതിയിൽ വർദ്ധിച്ചതായി മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആല റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സമർപ്പിച്ച ഹർജിയെ തുടർന്ന് നദി വീണ്ടെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ മാസങ്ങളായിട്ടും നടപടികൾ പുരോഗമിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വേസ്റ്റ് കൊണ്ട് തള്ളുകയാണ് ഈ ആറ്റിൽ. ആറ് ഒഴുകി വന്ന പ്രദേശങ്ങളെല്ലാം മാക്സിമം ജനങ്ങൾ അത് വെട്ടിപ്പിടിക്കാനും കുറച്ച് ആൾക്കാർ ഈ ആറ് നികത്തിയിട്ട് അവിടെ അവരുടെയൊക്കെ കാർ പോർച്ചുമൊക്കെ നിൽക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2018 ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം ഈ ആറ്റിലൂടല്ല ഈ വെള്ളം ഒലിച്ചു പോയത്, കരപ്രദേശങ്ങളിലൂടെയാണ്. കാറെല്ലാം വെട്ടിപ്പിടിച്ച ഒരു സാഹചര്യമാണ് കണ്ടത്. മാലിന്യങ്ങൾ അടിഞ്ഞ് നമ്മുടെ ഈ ഗ്രാമവാസികൾക്കും നഗരവാസികൾക്കും മുഴുവനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.